ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്, നമ്മൾ ഇന്ന് ആദ്യമായിട്ട് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ്. അതിൻ്റെ മീനിങ് രണ്ട് സെൻസിലും, ബ്രോഡ് സെൻസിലും നാരോ സെൻസിലും നമ്മൾ അത് പഠിക്കും. പിന്നെ സോഷ്യൽ ആൻഡ് എൻവയറമെൻറ്റൽ ചലഞ്ചസ് ഓഫ് ഡെവലപ്മെൻറ്റ്, ആൾട്ടർനേറ്റീവ് കൺസെപ്ഷൻസ് ഓഫ് ഡെവലപ്മെൻറ്റ്, സാമൂഹികവും പിന്നെ പാരിസ്ഥിതികവുമായിട്ടുള്ള അതിൻ്റെ പ്രതിസന്ധികൾ, അല്ലെങ്കിൽ അതിൻ്റെ വശം എന്താണ്, വികസനം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന സാമ്പത്തികവും പാരിസ്ഥിതികമായ വശം എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ബദൽ മാർഗങ്ങൾ, വികസനത്തിൻ്റെ ബദൽ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ വികസനം എന്നാൽ എന്താണ് ശരിക്കും, എന്താണ് ഈ വികസനം, വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ്? വികസനത്തെ നമുക്ക് ബ്രോഡ് സെൻസിലും അതുപോലെ നാരോ സെൻസിലും പറയാം. അതായത് ഇടുങ്ങിയ രീതിയിലും വിശാലമായ രീതിയിലും നമുക്ക് കാണാൻ സാധിക്കും. ഇടുങ്ങിയ രീതിയിലുള്ള വികസനം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു വികസനത്തിൻ്റെ പാതയിൽ നമ്മൾ കാണുന്ന സാമ്പത്തിക വളർച്ച വികസനത്തിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പിന്നെ ഇടുങ്ങിയ രീതിയിലുള്ള വികസനം എന്ന് പറയും. അതായത് സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇടുങ്ങിയ സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, സാമ്പത്തിക ചിന്താഗതിയിൽ സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ്, സർട്ടൻ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുക. ഇത്ര ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ട്, 10% ഗ്രോത്ത്, 15% ഗ്രോത്ത്, ഈ പെർ ക്യാപിറ്റ ഇൻകം ഇത്ര വർദ്ധിക്കണം, GDP ഇത്ര കൂടണം എന്നൊക്കെയുള്ള ടാർഗറ്റ് വെക്കൽ. അതുപോലെ തന്നെ കംപ്ലീഷൻ ഓഫ് പ്രൊജക്റ്റ്, ചില പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ചിന്ത. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയാണ് നാരോ സെൻസിലുള്ള ഡെവലപ്മെൻറ്റിലൂടെ അർത്ഥമാക്കുന്നത്. അതിൻ്റെ ഏരിയ വളരെ പരിമിതമാണ്. അത് സാമ്പത്തിക വളർച്ച മാത്രം ലക്ഷ്യമാക്കുന്ന ഒന്നാണ്. അത് വികസനത്തെ ക്വാണ്ടിറ്റേറ്റീവായ രീതിയിൽ അളക്കുന്നതിനെയാണ് ഈ നാരോ സെൻസിലുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ബ്രോഡ് സെൻസിലേക്ക് വരുമ്പോൾ അവിടെ ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ എന്നാണ് വരിക. അതായത് ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന തരത്തിലുള്ള വികസനത്തെയാണ് ബ്രോഡ് സെൻസിലുള്ള വികസനം എന്ന് പറയുന്നത്. അതിനകത്ത് ഈ സാമ്പത്തിക വളർച്ച ഉൾപ്പെടും. ഈ ബ്രോഡ് സെൻസിൽ വികസനം നമ്മൾ കണക്കാക്കുമ്പോൾ അതിനകത്ത് പിന്നെ എന്താ പറയുക, ക്വാളിറ്റി ഓഫ് ലൈഫിന് പ്രധാനപ്പെട്ട കാര്യമാണ്. ഡെവലപ്പിംഗ് സംടൈംസ് ബിക്കെയിം കോൺട്രവേഴ്ഷ്യൽ. അതായത് ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. നമ്മളത് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ളത്? സാമ്പത്തിക വികസന സൂചികയിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ്, മനുഷ്യൻ്റെ സാമ്പത്തിക ലൈഫിൻ്റെ ക്വാളിറ്റി ഉയർത്തുന്നതാണ്. അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ, സാധാരണക്കാരന് ആ വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ എത്തുന്നുണ്ടോ എന്നുള്ള കൺസെപ്റ്റാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുകൂടാതെ നമുക്ക് മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാകാറുണ്ട്. ഈ കോൺട്രവേഴ്സീസ് ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിച്ച് വേണം വികസനം ഉണ്ടാകാൻ. അത് എൻവയറൺമെൻറ്റിന് ഉണ്ടാകുന്ന ഡാമേജ്, അതുപോലെ തന്നെ ഈ വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവർക്കും എത്തിച്ചേരാത്ത അവസ്ഥ, അത് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലം ഇല്ലാതാവുന്ന ഒരു കാര്യം, ഇതൊക്കെ ഇതിൻ്റെ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള പാർട്ടാണ്. അപ്പം ഈ ബ്രോഡ് സെൻസിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞു, മനുഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് എന്നുള്ള കൺസെപ്റ്റിനെ നമുക്കൊന്ന് വിശദമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഈ കൺസെപ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത്. ദ ഡെവലപ്മെൻറ്റ് മോഡൽ ഓഫ് വൺ കൺട്രി may not be suitable or may not be good for another country. Therefore, blind acceptance of one model may not be good for
അതർ കൺട്രീസ്. അപ്പോൾ ഒരു രാജ്യത്തൊരു വികസനം നടക്കുന്നു എന്ന് കരുതിയിട്ട് അതേപോലെയുള്ള വികസനം കോപ്പിയടിച്ച് മറ്റൊരു രാജ്യത്ത് വികസനം കൊണ്ടുവരാൻ സാധ്യമല്ല. കാരണം ഓരോ രാജ്യവും വ്യത്യാസമാണ്, ഡെമോഗ്രാഫിക്കലി വ്യത്യാസമാണ്, കൾച്ചറലി വ്യത്യാസമാണ്, മറ്റ് ഏരിയ അതിൻ്റെ പൊതു സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റമുണ്ട്, ആളുകളുടെ ആറ്റിറ്റ്യൂഡിലുള്ള മാറ്റമുണ്ട്, ജനസംഖ്യയിലുള്ള വ്യത്യാസമുണ്ട്, ഏരിയയിലുള്ള വ്യത്യാസമുണ്ട്, പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു രാജ്യത്തെ വികസനം മറ്റൊരു രാജ്യത്ത് സ്യൂട്ടബിൾ ആവില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഡീകോളനൈസേഷൻ നമുക്കറിയാം 1940 വരെ അല്ലെങ്കിൽ 47, 50, 60 വരെ ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് പിന്നെ പല രാജ്യങ്ങളെയും കോളനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോളനൈസേഷന് ശേഷം ഡീകോളനൈസേഷൻ വന്നതിന് ശേഷമാണ് ആ രാജ്യങ്ങളിൽ വികസനം നടക്കുന്നത്. വികസനം നടക്കുന്ന സമയത്ത് അവിടെ ഡീകോളനൈസേഷന് ശേഷം അവർ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയാണ് ആ രാജ്യങ്ങളിലൊക്കെ. തങ്ങളെ കോളനൈസ് ചെയ്തപ്പെട്ടവർ തങ്ങളുടെ വിഭവങ്ങളെല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് പോയി, തങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് പിന്നീട് ആദ്യം തൊട്ട് തുടങ്ങേണ്ട ഒരവസ്ഥയാണ്. അങ്ങനെ ഒരു വികസനത്തിൻ്റെ ഒരു തുടക്കത്തിന് മുമ്പ് പകച്ചു നിൽക്കുന്നൊരവസ്ഥ അതൊരു വെല്ലുവിളിയാണ് വികസനത്തിനെ സംബന്ധിച്ചിടത്തോളം. ചലഞ്ചസ് ഓഫ് സോൾവിങ് ബേസിക് പ്രോബ്ലംസ് ഓഫ് പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ലിറ്ററസി. മറ്റൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസനം എന്ന് പറയുന്നത് ഈ പോവർട്ടി. നമുക്ക് ഇന്ത്യയിൽ തന്നെ അറിയാം, ഇന്ത്യ വികസിച്ച് വന്നപ്പോൾ തന്നെ ആദ്യം ഇന്ത്യയുടെ തുടക്കത്തിൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയിലൊക്കെ കടുത്ത പട്ടിണിയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു, അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഫുഡില്ല, ഷെൽട്ടറില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യ വികസിച്ച് വരേണ്ടിരുന്നത്. അപ്പോൾ അതൊരു വെല്ലുവിളിയായിട്ടായിരുന്നു അന്നത്തെ കാലത്ത് കണ്ടിരുന്നത്. കോപ്പിംഗ് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഡെവലപ്ഡ് കൺട്രീസ് ബൈ ഡെവലപ്പിംഗ് കൺട്രീസ്. പ്രധാനപ്പെട്ട ഡെവലപ്പിംഗ് കൺട്രീസ്, അത് വികസ്വര രാജ്യങ്ങളുടെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഡെവലപ്ഡ് കൺട്രീസിനൊപ്പം തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ ഉയർന്നു വരാൻ ശ്രമിക്കുമ്പോൾ അവർ വികസിത രാജ്യത്തിനോടെ അതേ മോഡൽ തന്നെ കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതൊരു ചലഞ്ചാണ് വികസനത്തിൻ്റെ പാതയിൽ. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് മോഡേണൈസേഷൻ അഡോപ്റ്റഡ് ബൈ ഇന്ത്യ ത്രൂ 5-year പ്ലാൻ പ്രോഗ്രാം. ഇന്ത്യയിൽ ഇതേപോലെ തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് ഇൻഡസ്ട്രിയലൈസേഷനും അതുപോലെ തന്നെ മോഡേണൈസേഷനും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രധാന ശ്രമം. അപ്പോൾ ഇന്ത്യയുടെ മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ പ്രധാനമായിട്ടും റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആയിരുന്നു. വ്യവസായവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഇരുമ്പേര് ഖനികൾ ഒരുപാട് റഷ്യയുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ സഹായത്തോടെ, ഇംഗ്ലണ്ടിൻ്റെയൊക്കെ സഹായത്തോടുകൂടി ജാർഖണ്ഡിലും പിന്നെ റൂർക്കറയിലും പിന്നെ ബംഗാളിലെ ചില ഭാഗങ്ങളിലൊക്കെ വ്യവസായശാലകൾ പൊതുമേഖലയിൽ ആരംഭിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ മുമ്പിൽ നിന്നിരുന്നു. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വാസ് മേഡ് ഇൻഡസ്ട്രീസ് ലൈക്ക് സ്റ്റീൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പബ്ലിക് സെക്ടറിൽ ഒരുപാട് സ്റ്റീൽ ഇൻഡസ്ട്രീസിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ത്യ എന്ത് ചെയ്തു, പിന്നെ വികസനത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്തത്. പ്രൊജക്റ്റിലേക്ക് ഫക്രാനങ്കൽ ഡാം ടേക്കണം, വലിയ ഡാമുകളൊക്കെ പ്രൊജക്റ്റൊക്കെ ടേക്കപ്പ് ചെയ്തു. ഫക്രാനങ്കൽ ഡാമിൻ്റെ വികസനമൊക്കെ നടന്നത് തുടക്കത്തിൽ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് കിട്ടിയതിൻ്റെ തുടക്കത്തിലായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ്റ്റാബ്ലിഷിങ് IITs ആൻഡ് IIMs ഒക്കെ ഫസ്റ്റ് 5-year പ്ലാൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ റിസർവേഷൻ ഫോർ SC/STs ആൻഡ് OBC ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ജോബ്സ്, അതും ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ എല്ലാവർക്കും ഒരു ഇൻക്ലൂസീവായിട്ടുള്ള എല്ലാവർക്കും അവസരം കിട്ടുക, പ്രോവർട്ടി ഇല്ലായ്മ ചെയ്യുക, അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ജാതി അടിസ്ഥാനത്തിലുള്ള റിസർവേഷൻ കൊടുത്തുകൊണ്ട് ഇന്ത്യ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചത്. ക്രിറ്റിസിസം ഓഫ് ഇന്ത്യൻ ഡെവലപ്മെൻറ്റ് മോഡൽസ്. ഇന്ത്യ ഡെവലപ്മെൻറ്റ് അല്ലെ ഏത് രാജ്യവും ഈ ഡെവലപ്പിംഗ് കൺട്രീസ് ഈ വികസന മാതൃകകൾ കോപ്പി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഹൈ ബോറോവിങ് റേറ്റ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ലെറ്റ് ദം ടു ഹൈ ഡെപ്റ്റ്. അത് കടക്കണിയിലാകാൻ സാധ്യതയുണ്ട്. അവർ കടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം വൻതോതിൽ ഇവർക്ക് മൂലധനങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ വികസനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നത്. അപ്പം കടക്കണയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. മാർജിനൈസേഷൻ ഓഫ് മെനി പീപ്പിൾ. നമുക്കറിയാം ഈ പാർശ്വവൽക്കരിക്കപ്പെടും കുറേ ആളുകൾ. വികസനം വരുമ്പോൾ ഒരുപാട് ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെ പാർശ്വവൽക്കരണം ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ്.
എൻവയറമെൻ്റൽ ഡാമേജ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ യൂസേജ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നത് ഏതാണ്ട് ഒരു വലിയ തെറ്റുപോലെയൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം സോയിലിനെ നശിപ്പിക്കും, അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ ഉയരാറുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് സോഷ്യൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്, സാമൂഹികമായിട്ടുള്ള ചിലവ്. ഈ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ സാമൂഹികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. എക്കണോമിക് ബെനിഫിറ്റ്സ്, ഹയർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹയർ ഇൻകം, അതാണ് എക്കണോമിക് ബെനിഫിറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് കം വിത്ത് എ കോസ്റ്റ്. എന്ത് വികസനം ഉണ്ടായാലും അതിനൊരു ചിലവുണ്ട്, ഒരു സമൂഹത്തിനൊരു ചിലവുണ്ട്, സാമൂഹികമായ ചില നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനാണ് സോഷ്യൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു വികസനത്തിൻ്റെ ഫലമായിട്ട് സമൂഹത്തിനുണ്ടാകുന്ന നഷ്ടം. എന്ത് നഷ്ടമാണ് സമൂഹത്തിലുണ്ടാവുക എന്നുള്ളതാണ്. മേജർ പ്രൊജക്റ്റ് ലൈക്ക് കൺസ്ട്രക്ഷൻസ്, ഡാം, ഹൈവേസ്, ലാർജ് ഇൻഡസ്ട്രീസ് ഹാവ് സോഷ്യൽ കോസ്റ്റ്. പ്രധാനപ്പെട്ട വലിയ നിർമ്മാണങ്ങൾ, വലിയ വികസനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആ കോസ്റ്റ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സോഷ്യൽ കോസ്റ്റ്സ്? ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു സ്ഥലത്തു നിന്ന് ആളുകൾ കുടിയൊഴിക്കപ്പെടുന്ന സാഹചര്യം. അതായത് വികസനം നടക്കുന്ന സ്ഥലത്തു നിന്ന് ആളുകൾ അവരുടെ ലൈവ്ലിഹുഡൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ ഗ്രോത്ത് ഓഫ് സ്ലംസ്, ചേരികൾ ഉയർന്നു വരും. അതായത് നഗരത്തിലൊക്കെ ഉണ്ടാകുന്ന വികസനം പല ആളുകളുടെയും ജീവനോപാധികൾ ഇല്ലാതാക്കുകയും ആളുകൾ ചേരിയിലേക്ക് ഒതുക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ ലോസ് ഓഫ് ട്രഡീഷണൽ സ്കില്ല്, ആധുനിക മിഷനറീസൊക്കെ ഉപയോഗിച്ചാണ് വികസനം നടക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ട്രഡീഷണലായിട്ട്, ഇപ്പോൾ ചെക്കിലായിട്ട് യന്ത്രങ്ങളൊക്കെ ഇല്ലാതായാലും പലതരത്തിലുള്ള ട്രഡീഷണലായിട്ടുള്ള സ്കില്ലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ കൾച്ചർ. ഈ ആദിവാസി ഊരുകളിലെ ആദിവാസികളൊക്കെയാണ് ഈ ഡാമൊക്കെ പണിയുമ്പോൾ അവരുടെ ഊരുകളിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം വരുമ്പോൾ അവരുടെ കൾച്ചർ തന്നെയാണ് നഷ്ടപ്പെടുന്നതെന്നുള്ള, ഇതൊക്കെ സോഷ്യൽ കോസ്റ്റാണ്. വികസനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സോഷ്യൽ കോസ്റ്റായിട്ടാണ് ഇതിനെയൊക്കെ കണക്കാക്കുന്നത്. നർമ്മദ ബച്ചാവോ ആന്തോളൻ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മേധാ പട്ടേൽ ഹാസ് ബീൻ റെസിസ്റ്റിംഗ്. അപ്പോൾ ഏതൊരു പദ്ധതിക്കും ഉണ്ടാകുന്ന സോഷ്യൽ കോസ്റ്റിൻ്റെ ഫലമായിട്ട് ആളുകൾ പ്രൊട്ടക്റ്റ് ചെയ്യും അതിനെതിരെ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന മേധാ പട്കർ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ സമരം, നർമ്മദ പദ്ധതിക്കെതിരെ നടന്നിട്ടുള്ള സമരം, സരോവരം പദ്ധതിക്കെതിരെ നടന്ന സമരം ഈ സോഷ്യൽ കോസ്റ്റ് മൂലം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായതാണ്. പിന്നെ അടുത്തത് എൻവയറമെൻറ്റൽ കോസ്റ്റാണ്. എന്താണ് ഈ എൻവയറമെൻറ്റ് കോസ്റ്റ്? പരിസ്ഥിതിക്കുണ്ടാകുന്ന നാശം, സമൂഹത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന നാശത്തിനോടൊപ്പം പരിസ്ഥിതിക്ക് ചില ആഘാതങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ റെക്ലെസ് ഇൻഡസ്ട്രിയലൈസേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് ലാർജ് ഡാംസ്, മൈൻഡ്ലെസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ഗ്രീഡി കൺസംഷൻ എക്സെട്ര ഡാമേജിങ് ദ എൻവയറമെൻറ്റ് സിവിയർലി. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഹൈവേ നിർമ്മാണം, ഡാം നിർമ്മാണം, അതുപോലെ തന്നെ നാച്ചുറൽ ഖനികൾ, നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന അതുകൊണ്ടൊക്കെ പരിസ്ഥിതിക്കുണ്ടാകുന്ന വല്ലാത്ത രീതിയിൽ ഒരു ആഘാതം ഉണ്ടാകാറുണ്ട്. പരിസ്ഥിതി ആഘാത പഠനമൊക്കെ ഇപ്പോൾ നടത്താറില്ലേ വികസനത്തിന് മുമ്പ്? അത് ഇതിൻ്റെ ഭാഗമാണ്. എൻവയറമെൻറ്റൽ കോസ്റ്റിനെ പറ്റി പഠിക്കാനാണ് അത് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട എയർ പൊല്യൂഷൻ ഉണ്ടാവും, ഗ്ലോബൽ വാർമിങ്, അതുപോലെ ഓസോൺ ഡിപ്ലീഷൻ, പോയിസണിങ് ദ സോയിൽ, ഡിസ്ട്രക്ഷൻ ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ്, പ്ലാന്റ് ലൈഫ്, റെക്ലെസ് യൂസ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് കോൺസിക്വൻറ്റ് ഡാമേജ് ഓഫ് ഇക്കോസിസ്റ്റം, ഡീഫോറസ്റ്റൈസേഷൻ. അപ്പം ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എർത്ത് എല്ലാം നിങ്ങൾക്ക് തരുന്നത്, എർത്ത് പ്രൊവൈഡ്സ് ഫോർ എവരി മാൻസ് നീഡ് ബട്ട് നോട്ട് ഫോർ ഗ്രീഡ്. മനുഷ്യൻ്റെ അത്യാർത്ഥിക്കുള്ളതില്ല, പക്ഷേ എല്ലാവർക്കുമുള്ള ആവശ്യത്തിനുള്ളതെല്ലാം നൽകുന്നുണ്ട് എന്നുള്ളത്. മോഡേൺ അപ്രോച്ച് ഡെവലപ്മെൻറ്റിനുള്ള മോഡേൺ അപ്രോച്ചാണ്. ഈ മോഡേൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ആധുനികമായിട്ട് ഈ ഡെവലപ്മെൻറ്റിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നുള്ളത്. ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ. മോഡേൺ അപ്രോച്ച് അങ്ങനെയാണ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിളാണ് ഡെവലപ്മെൻറ്റ്. അല്ലാതെ വെറുതെ എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല, അത് മനുഷ്യന് സാധാരണക്കാരന് ഉപകാരപ്പെടണം, എന്നാൽ മാത്രമേ അതിനെ വികസനം എന്ന് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് മോഡേൺ ആധുനികമായിട്ടുള്ള അപ്രോച്ച്. ഡെവലപ്മെൻറ്റ് ഈസ് എ ഫ്രീഡം ഓഫ് കോമൺ മാൻ ഫ്രം പോവർട്ടി, ഇൽ ഹെൽത്ത്, ഹങ്കർ. ദെർഫോർ ഫുഡ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ഷെൽട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരു ഫ്രീഡം കിട്ടുകയാണ്. ആ ഫ്രീഡം എന്ന് പറഞ്ഞാൽ അവന് ഹങ്കർ, പട്ടിണിയിൽ നിന്നുള്ള മോചനം, അൺഎംപ്ലോയ്മെൻറ്റിൽ നിന്നുള്ള മോചനം, അതുപോലെ തന്നെ ആരോഗ്യമില്ലായ്മ, രോഗങ്ങളിൽ നിന്നുള്ള മോചനം. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫുഡ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് തുടങ്ങിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ മനുഷ്യന് കിട്ടണം. അതാണ് വികസനത്തിന് പ്രധാനപ്പെട്ടതെന്നുള്ളതാണ് ഒരു
പുതിയതായിട്ട് നമ്മൾ കണ്ടെത്തിയ അപ്രോച്ച്. ഡെവലപ്മെൻറ്റ് വിൽ ബി മീനിങ് ഫുൾ ഓൺലി വെൻ ബേസിക് നീഡ്സ് ഓഫ് ദ പീപ്പിൾ ആർ മെറ്റ്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് മീനിങ് ഫുൾ ആണെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം. ആൾട്ടർനേറ്റീവ് കൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെൻറ്റ്, ബദൽ മാർഗ്ഗങ്ങൾ, ബദൽ സങ്കല്പങ്ങൾ. വികസനത്തിൻ്റെ ബദൽ സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡൗൺ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി. രണ്ട് തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് ഒന്ന് ഉള്ളത്, ടോപ്പ് ഡൗൺ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി. ടോപ്പ് ഡൗൺ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി ഈസ് ഡിസൈഡഡ് ബൈ ദ പീപ്പിൾ അറ്റ് ദ ടോപ്പ് ആൻഡ് ഇമ്പോസ്ഡ് ഓൺ ദ പീപ്പിൾ ബിലോ. അതായത് അധികാരവർഗ്ഗങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു വികസന സ്ട്രാറ്റജി. പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ബ്യൂറോക്രസി ടേക്ക് ഡിസിഷൻ വിതൗട്ട് നോയിങ് ദ പീപ്പിൾസ് ആസ്പിറേഷൻ. ജനങ്ങളുടെ ആഗ്രഹം എന്താണെന്നറിയാതെ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ബ്യൂറോക്രസിയും ചേർന്ന് വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു, ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കൺസെപ്റ്റ്. ദിസ് അപ്രോച്ച് എപ്പോഴും സ്വാഭാവികമായിട്ടും ജനങ്ങൾ എന്ത് ചെയ്യും, എതിർക്കും. അടുത്തത് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ അപ്രോച്ച്. ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ അപ്രോച്ച് ടോപ്പ് ഡൗൺ അപ്രോച്ചിൻ്റെ ഓപ്പോസിറ്റാണ്. പ്ലാനിങ് ഫ്രം ബിലോ, താഴെ നിന്ന് പ്ലാൻ ചെയ്തിട്ട് ആ ഐഡിയ എന്ത് ടോപ്പിലേക്ക് പോകും. ഇന്നതാണ് ജനങ്ങളുടെ ആവശ്യം, ജനങ്ങൾ തന്നെ തീരുമാനിച്ച് പറയുന്നതാണ് ഞങ്ങൾക്ക് വികസനം, ഏത് രീതിയിലുള്ള വികസനം വേണമെന്നുള്ള. അതിൽ നിന്ന് ഇപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ജനങ്ങളുടെ പൾസ് അറിഞ്ഞുകൊണ്ട് അതിൽ ഊന്നിയിട്ടുള്ള വികസനം നടത്തുന്ന മറ്റൊരു അപ്രോച്ചുണ്ട്. അപ്പം ഇവിടെ ദ വോയിസ് ഓഫ് ദ പീപ്പിൾ ഈസ് കൺസിഡേർഡ് ബിഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്. ജനങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടുള്ള അപ്രോച്ച്. പിന്നെ അതിൻ്റെ ഭാഗമായാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന ഡെവലപ്മെൻറ്റ് മോഡൽ ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ഈസ് നോൺ ആസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എൻവയോൺമെൻറ്റിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള, എൻവയോൺമെൻറ്റിന് സൗഹൃദമായിട്ടുള്ള, പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള വികസനമാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭാവിയിലേക്കുള്ള തലമുറയ്ക്കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ആ വികസനം വരുന്നത്. നാളെ ഇവിടെ നമ്മൾ വിഭവങ്ങളൊക്കെ അങ്ങനെ ചൂഷണം ചെയ്ത് പോയി കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ലാത്ത അവസ്ഥ വരും, അല്ലെങ്കിൽ അവർ നമ്മളെ കുറ്റപ്പെടുത്തും. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് എന്തൊക്കെയാണോ നമ്മൾ എൻവയോൺമെൻറ്റിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസന മാതൃകയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ലൈഫ് സ്റ്റൈൽ ബേസ്ഡ് ഓൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി, റീസൈക്കിൾ, biodegradable material to be maintained for sustainable development. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം നമ്മൾ ഈ റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് മാത്രം എടുക്കുക എന്ന് പറഞ്ഞാൽ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ളത് എടുത്ത് ഇപ്പം കൽക്കരിയും മറ്റ് പ്രകൃതിവാതകങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ചൂഷണം ചെയ്ത് അനിയന്ത്രിതമായി ചൂഷണം ചെയ്തു പോയാൽ ഭാവി തലമുറയിലേക്ക് എത്തുമ്പോൾ അത് ഉണ്ടാകുന്ന പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന നാശവും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിന്യൂവബിൾ ആയിട്ടുള്ള സോളാർ എനർജി പ്രോത്സാഹിപ്പിക്കുക, വിൻഡ് എനർജി പ്രോത്സാഹിപ്പിക്കുക, ടൈഡ് എനർജി പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെയുള്ള പ്രകൃതി സൗഹൃദമായ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജീനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനം നടത്തുകയാണെങ്കിൽ നമുക്കും വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാം, ഭാവി തലമുറയ്ക്കും അത് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ള കൺസെപ്റ്റിൻ്റാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ കൺസെപ്റ്റിൽ ലൈഫ് സ്റ്റൈൽ ആ രീതിയിൽ മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈലാണല്ലോ ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഈസ് നൺ അതർ ദാൻ ലൈഫ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ. മനുഷ്യൻ്റെ ജീവിത നിലവാരം മാറുന്നു, അത് തന്നെയാണ് ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, മറ്റൊന്നുമല്ല. 10-50 വർഷം മുമ്പുള്ള ജീവിതത്തിൻ്റെ നിലവാരമല്ല ആളുകൾക്ക് ഇപ്പോൾ ഉള്ളത്. ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ ആ നിലയിലേക്ക് മാറും. അതാണ് ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വരും തലമുറയ്ക്കും അതിനുള്ള ഗുണഫലം കിട്ടുമെന്നുള്ളതാണ് ആ കൺസെപ്റ്റ്. ലൈഫ് സ്റ്റൈൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് സ്റ്റൈൽ ഷുഡ് ബി ബേസ്ഡ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ബേസ് ചെയ്തിരിക്കണം ഈ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവേണ്ടത്. ലൈഫ് സ്റ്റൈൽ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഉള്ളതെല്ലാം ഞാൻ എടുക്കും, ഞാൻ തന്നെ ഉപയോഗിക്കും, എനിക്ക് ശേഷം പ്രളയം എന്നൊരു ചിന്താഗതിയല്ല വേണ്ടതെന്നുള്ളതാണ് ഇതിനകത്തുള്ള കൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആശയം. വളരെ സിമ്പിളായ ഒരാശയമാണ്. താങ്ക് യു.